ജാസ്മിനും ഗബ്രിയും കൂടി കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ ചാനലിൽ ഒരു Q&A വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ സംസാരിച്ചതാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നോളം ഇതാ അടുത്തൊരു വീഡിയോ അവരിട്ടിരിക്കുന്നു. നമ്മൾ പ്രേക്ഷകർ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നുണ്ട്. സീസൺ 6 കണ്ടവർക്ക് അവരുടെ ഈ കാര്യങ്ങളിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ഡൗട്ടൊക്കെ അവർ തീർത്തു തരുന്നുണ്ട് ഈ ഒരു Q&A സെഷൻ. അവരുടെ ഈ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്നും ക്ലാരിറ്റി. അതെ, ബിഗ് ബോസിൽ വെച്ച് അവരുടെ റിലേഷൻഷിപ്പ് എല്ലാവരും ചോദ്യം ചെയ്തതാണ്. എന്താണ് റിലേഷൻഷിപ്പ് എന്ന് ചോദിക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞിരുന്നു അതിൽ അവർക്ക് ക്ലാരിറ്റി ഇല്ല എന്ന് ചോദിച്ചാൽ ഫ്രണ്ട്സ് ആണ്, എന്നാൽ ലവേഴ്സ് ആണോ ചോദിച്ചാൽ അതും അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ പറയുന്നു അവർ ഫ്രണ്ട്സ് ആണ്, പക്ഷേ ബിഗ് ബോസിൽ വെച്ച് അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി. സത്യമാണ്. അത് ബിഗ് ബോസിനകത്ത് വെച്ച് വേറെ ആരും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ജാസ്മിൻ്റെ അതേ വൈബാണ് ഗബ്രി. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തു പോയതാണ്. ഫ്രണ്ട്സ് തന്നെയായിരുന്നു. പക്ഷേ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ആരുടെയൊക്കെയോ പ്രഷർ കാരണം അങ്ങനെയൊക്കെ ചിന്തിച്ചല്ലാതെയും വേറെ എന്തോ ഒരു ഇഷ്ടം പരസ്പരം ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. എനിക്ക് തോന്നിയൊരു ഡൗട്ട്, ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറ്റാം. വീഡിയോയ്ക്ക് താഴെ അങ്ങനെ ഒരു കമന്റും ഞാൻ കണ്ടു. കമന്റ് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന രണ്ടാളുകൾ നിങ്ങൾ മാത്രമാവും, ബാക്കിയുള്ള ആളുകളൊക്കെ അഭിനയമാണ്. ലോകം കണ്ടത് ആണ് നിങ്ങളുടെ പ്രണയം. ഒരിക്കൽ ആത്മാർത്ഥമായി പ്രണയം തോന്നിയ ഒരാളെ പിന്നെ കൂട്ടുകാർ ആയി കാണാൻ ആർക്കും കഴിയില്ല. അവർ അങ്ങനെ പ്രിറ്റൻഡ് ചെയ്യും, കാരണം അവർ അധികം കാണാനോ ആ ഫീലിങ്സ് വരാനോ ശ്രമിക്കില്ല. നിങ്ങൾ അങ്ങനെയല്ല, കറങ്ങുന്നു, ഹാങ് ഔട്ട് ചെയ്യും. ഫ്രണ്ട്സ് ആയിരുന്നവർക്കിൽ വേണമെങ്കിൽ ലവേഴ്സ് ആവാം, പക്ഷേ ഒരു ഇഷ്ടം തോന്നിയിട്ട് പിന്നെ അത് മാറ്റി ഫ്രണ്ട്ഷിപ്പിലേക്ക് കടക്കാൻ പറ്റുമോ? അറിയില്ല. അവർ ഒരുമിച്ചാണ്, ഫ്രണ്ട്സോ അല്ലെങ്കിൽ വാട്ടെവർ. ആരുടെയെങ്കിലും വിവാഹം ഉറപ്പിക്കുകയോ അല്ലെങ്കിൽ വിവാഹം ആലോചിക്കുകയോ ചെയ്യുമ്പോഴായിരിക്കും ഇവർക്ക് മനസ്സിലാവുക ഇത് ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ആണോ അതോ ലവ് ആയിരുന്നു. എന്നാൽ അവർ ഇപ്പോൾ പറയുന്നത് എന്തായാലും ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ്. എന്തായാലും അത് അങ്ങനെ തന്നെ. അവർ ബിഗ് ബോസിൽ നടന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ ഇങ്ങനെ ട്രാക്ക് മാറി ലവ് ട്രാക്കിലേക്ക് ആക്കാൻ ബിഗ് ബോസ് നല്ലൊരു കളി കളിച്ചിട്ടുണ്ട് എന്നാണ്. അതിനർത്ഥം സ്ക്രിപ്റ്റഡ് ആണെന്നല്ല, അവരെ ആ ട്രാക്കിലേക്ക് ആക്കാൻ ബിഗ് ബോസ് നന്നായിട്ട് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.